തൃപ്പൂണിത്തുറയിലെ ചൂരക്കാട്ടിലെ സ്ഫോടനം അതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. കാരണം സ്ഫോടനം നടന്ന് 3-4 ദിവസമൊക്കെ ആയിട്ടും അതിന്റെ നടുക്കം ഇപ്പോഴും അവിടുത്തുകാർക്ക് മാറിയിട്ടില്ല. അപകടത്തിന്റെ ഭീതി വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ കണ്ടതാണ്. മാതൃഭൂമി ന്യൂസ് അത് തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചതുമാണ്. തൃപ്പൂണിത്തുറയിലെ നാട്ടുകാർ അവരുടെ ആശങ്കകൾ തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. അരുൺ ശങ്കറിലേക്ക് പോവുകയാണ്. അരുൺ, ഈ നമുക്ക് ഇന്നലെ പുറത്തു വന്ന നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച CCTV ദൃശ്യങ്ങൾ, ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളൊക്കെ ഭയപ്പെടുത്തുന്നതും ഭീതിജനകവുമായ ദൃശ്യങ്ങളൊക്കെ തന്നെയാണ്. ഇവരിപ്പോൾ എന്താണെങ്കിലും ഇന്ന് കോടതിയെ സമീപിക്കുന്നുണ്ട്. അപ്പോൾ 8 വീടുകളാണ് പൂർണ്ണമായും തകർന്നത്. ബാക്കി 10-20ഓളം വീടുകൾ 10-40ഓളം വീടുകളാണെന്ന് എനിക്ക് തോന്നുന്നു ഭാഗികമായി തകർന്നത്. അപ്പോൾ ഇവരൊക്കെ പ്രത്യേകം പരാതികളാകുമോ നൽകുക? ഒപ്പം തന്നെ മജിസ്ട്രേറ്റ് അന്വേഷണവും പോലീസ് അന്വേഷണവും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് തുടരുകയുമാണല്ലോ. തീർച്ചയായിട്ടും എല്ലാ അന്വേഷണങ്ങളും തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. പക്ഷേ അവരുടെ ജീവിതത്തിനുണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ എന്തായാലും അത് പൂർണ്ണമായിട്ട് നികത്താൻ കഴിയുമെന്നുള്ള ആശങ്ക ഇവർക്ക് എല്ലാവർക്കുമുണ്ട്. 4 ദിവസം കഴിഞ്ഞു ഈ ചൂരക്കാട്ടെ ഈ സ്ഥലത്ത് സ്ഫോടനമുണ്ടായിട്ട്. ഇവിടെ വരുമ്പോൾ ഒരു ദുരന്തഭൂമിയിൽ വന്ന പ്രതീതിയാണ്. ഇപ്പോഴും ഈ പ്രദേശത്ത് കരിമരുന്നിൻ്റെ ഗന്ധം മാറിയിട്ടില്ല. ഇപ്പോഴും ആളുകൾ ജീവിതവുമായിട്ട് താതാത്മ്യം പ്രാപിക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ അതന്നെ അവർക്ക് കഴിയാതെ വരുന്നത് അവരുടെ ജീവനും സ്വത്തിനും വലിയ രീതിയിലുള്ള നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിച്ച് അറിയാം. ചേട്ടൻ്റെ വീടാണോ ഇത്? എന്തൊക്കെ ഇപ്പോൾ അവസ്ഥ? കയറി താമസിച്ചു തുടങ്ങി വേറെ നിവൃത്തിയില്ലാതെ. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളൊക്കെ അടിച്ച് തൂത്തൊക്കെ ഇട്ടു. പക്ഷേ വെള്ളത്തിലേക്ക് ഭയങ്കര അപരാധത്തിൻ്റെ ടാങ്കൊക്കെ പൊട്ടിപ്പോയി, മുകളിൽ ഡ്രസ് വർക്കൊക്കെ പോയി കിടക്കുകയാണ്. ജനലും വാതിലുകളൊന്നുമില്ല. പിന്നെ വേറെ നിവൃത്തിയില്ല, ഞങ്ങൾ കയറി ഇതാവും. അപ്പോൾ വെള്ളമൊക്കെ പുറത്തുനിന്ന് എടുക്കണം. പിന്നെ ഭക്ഷണം സന്നദ്ധ സംഘടന കൊണ്ട് തന്നിരുന്നു. ഇപ്പം ഞങ്ങൾ ഇതായിട്ട് കണ്ടിരിക്കുന്നു. ക്യാമ്പൊക്കെ സംഘടിപ്പിച്ചിട്ട് ക്യാമ്പിൽ ഒരു ദിവസമേ പോയുള്ളൂ. പിന്നെ അവിടെ ക്യാമ്പിൽ പിന്നെ ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ സ്വയം ഇവിടെ തന്നെ ഇവിടെ ഇതായിട്ട് പൊട്ടിയത് സീലിംഗ് ഒക്കെ പൊട്ടിയിരിക്കുന്ന മുഴുവൻ അതും മുഴുവൻ തകർന്നിരിക്കുകയാണ്. 2ാമത്തെ നില മുഴുവൻ ഇതായിരിക്കുകയാണ്. പിന്നെ എല്ലായിടത്തും വാതിലും ചെല്ലും ബാത്റൂമിൽ പോലും പോകാൻ പറ്റാത്ത കേസിട്ടാണ്. വാട്ടർ ടാങ്ക് പൊട്ടിപ്പോയി, വെള്ളം പോലും ഇല്ല. അതാണ് അവസ്ഥ. ഇന്നിപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്തൊരു കണ്ടീഷനിലിരിക്കുകയാണ്. ആകെ എന്താ എല്ലാവരും വന്നൊക്കെ കാരണം ഇവിടെ താഴത്തന്നെയല്ലേ, ഞങ്ങൾക്ക് മുകളിലത്തേക്കാണ് കൂടും പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഒരു പിടുത്തമില്ല. വിളിച്ച് എഞ്ചിനീയറൊക്കെ വന്ന് വെച്ചു, മുനിസിപ്പാലിറ്റിയുടെ ഇത് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം നോക്കി എന്താ അതിൻ്റെ പിന്നെ ആരും എല്ലാവരും എഴുത്തിക്കുത്ത് കാണുന്നുണ്ട്. അതിൻ്റെതായി പിന്നെ ഒന്നും അറിയില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പ്രായമായ ഒരു അമ്മയുണ്ട്, 85 വയസ്സായ അമ്മയാണ് അവിടെ കണ്ടിരുന്നു. അമ്മ ഹോസ്പിറ്റലിൽ ഇന്നലെ മിഞ്ഞാന്ന് വൈകിട്ട് ഉച്ചയ്ക്കാണ് വന്നത്. അമ്മ ഇവന് ഹോസ്പിറ്റലിലാണ്, 2 ഹോസ്പിറ്റൽ. അവൻ്റെ കാലിൽ അലമാരി വീണ് പയ്യന അവൻ്റെ കാലിൽ. ഇപ്പം മായം വന്നുള്ളൂ. മറ്റേ പോലീസിലേക്ക് ഇത് ആയിട്ടുണ്ട്. അതിൻ്റെ ട്രെയിൻ നടക്കുമ്പോഴാണ് അവിടെ നിന്ന് കാല് വയ്യാണ്ട് പോകുന്നതായിരുന്നു. കാലിനെങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഇപ്പം റെസ്റ്റാണ്. ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണോ? ട്രെയിനിങ് നടന്ന് ഇപ്പം ഒരു കുഴപ്പമായിട്ട് തന്നെ വന്ന കാലിൻ്റെ. പിന്നെ ഇവിടെ വന്നപ്പോൾ ഒരു അപകടം. അത് ഇനി ട്രെയിനിങ് അടുത്ത ബാച്ചായാലും കയറാമെന്ന് വിചാരിച്ചിക്കോ. പല രീതിയിലാണല്ലോ ഈ അപകടം ബാധിച്ചേക്കുന്നില്ലേ? നല്ലോണം ബാധിച്ചിട്ടുണ്ട്. അത് എല്ലാം എന്ത് പറയാനാ അവസ്ഥ. എങ്ങനെയുണ്ട്? അമ്മൂമ്മക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പം. പിന്നെ ആസ്പത്രിയിൽ നിന്ന് മിനിയാന്ന് ബുധനാഴ്ച വന്നത്. അവിടെ 2 ദിവസം അവിടെ കിടന്നു, ഗർഭിൽ ഒരു ദിവസം കിടന്നു, അങ്ങനെയൊക്കെ കിടന്നു. അവിടെ നിന്ന് സാറേ ഞങ്ങൾക്ക് വീടുമില്ല, അതൊന്നും ഇവിടെ തന്നെ കിടക്കും. വീട് കിട്ടിയൊന്നുമില്ല. വാടകയ്ക്ക് പോയാൽ കൊടുക്കാൻ പൈസ വേണ്ടേ? അതിനൊന്നും കഴിവൊന്നുമില്ല, യാതൊരു കഴിവുമില്ല. എനിക്കൊരു കഴിവില്ല. എൻ്റെ ഭർത്താവ് പോയിട്ട് കൊല്ലം കുറേയായി. ഒരു കഴിവൊന്നുമില്ല. വീടൊന്ന് ശരിയാക്കി തന്നെ തെണ്ടി കയറിയായാലും കടിച്ച് കിടക്കും. വീടില്ലെങ്കിൽ പറ്റില്ല സാർ. ഞാനിവിടെ ഇരുന്ന് ചായ കുടിക്കാൻ പുട്ട് എടുത്ത് ഇങ്ങനെ പൊട്ടിച്ചെടുത്തു. മോൻ കഴിച്ചിട്ട് അങ്ങോട്ട് മാറി, അമ്മയെ കഴിക്കട്ടു എന്നും പറഞ്ഞു. അങ്ങനെ പൊട്ടിക്കലും ഒട്ടൊരു പിന്നത്തെ കാര്യമൊന്നും എനിക്കറിയില്ല. ഇവിടെ ആൾക്കാർ വന്ന് എന്നെ എടുത്തുകൊണ്ട് പോയി ആ പറമ്പിൽ കൊണ്ട്, ആ ജയയുടെ പറമ്പിൽ കൊണ്ടിരുത്തി. അവിടെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആംബുലൻസ് കൊണ്ടുവന്ന്
ആ ഒരു ഭയമുണ്ടോ മനസ്സിൽ? വയലും അയ്യോ മനസ്സിലില്ലേന്നോ എൻ്റെ ദൈവം എൻ്റെ ചങ്ക് പൊട്ട് എല്ലാം കൊണ്ട് എൻ്റെ ചങ്ക് പൊട്ട്. ആരുമില്ല സാറേ, ഞങ്ങൾക്ക് വീട് മോള് ഒന്ന് നന്നാക്കി തരട്ടെ. ഞങ്ങൾക്ക് വേറെ ജനലൊക്കെ പോയി കിടക്കുക, എല്ലാം പോയി കിടക്കുക. ഞങ്ങൾ എന്ത് ചെയ്യും? മരുമകൾക്ക് ഒരു ചെറിയ ജോലിയുണ്ട് അവസ്ഥയിൽ. അവൾ ഇന്നിപ്പോൾ ഇത്രയും ദിവസം കൂടിയിട്ട് ഇന്ന് പോയി. ഇപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുക, വെള്ളം കുടിക്കണമെങ്കിൽ ആളില്ലാണ്ട് പറ്റില്ല, എല്ലാത്തിനും ആൾ വേണം. മുംബൈയിൽ സ്ഫോടനമുണ്ടാക്കിയ പ്രത്യേകാതം കേട്ടില്ലേ? ഇങ്ങനെയാണ് ഓരോ മനുഷ്യന്മാർക്കും ഓരോ രീതിയിലാണ് ഈ അപകടം. മഴ വരുമ്പോഴേ ഇതിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ പറ്റും. മഴ തന്നെ എല്ലാം പൊട്ടിയിരിക്കുക. മഴ വരുമ്പോഴേ മോളിൽ കയറും പറയാം സാറിന്. ചേട്ടന്റെ സഹോദരി സഹോദരി. അതെ, അവിടെ ആണെങ്കിൽ ഒരു കിണറൊക്കെ ഉണ്ടായിരുന്നാണ്. അവർ നല്ല വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പം കുടിവെള്ളം പോലും മുട്ടിയ അവസ്ഥയാണ്. ചേച്ചി ഇതുണ്ടോ കിണറാണ്. ഈ കിണറ്റിൽ നിന്നുള്ള ഇനി വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങൾക്ക്. പുറത്തുനിന്ന് പോയി പൊതു ടാപ്പിൽ നിന്നും വെള്ളം കൊണ്ടുവന്നാലേ ഞങ്ങൾക്ക് കുടിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ കുടിച്ചിരുന്ന വെള്ളമാണ് ഇത്ര ഇതായി ചീത്തയായി കിടക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു ലെവലിലും പറ്റൂല. നീ ഫ്രണ്ടിലത്തെ അത് ഇവിടെയല്ല ഇത് ഇവിടുന്ന് വിളിച്ച് അവിടെ പോയി കിടന്നു ലൈവായിട്ട്. ഇവിടുന്ന് ഈ ഇതുമ്മേന്ന് വിട്ട് അവിടെ പോയി കിടന്നിരുന്നു. ഈ വാതിൽ അത്ര ദൂരം തെറിച്ച് പോയ ഈ വാതിൽ കിടന്നിരുന്നു. ബാക്കിലത്തെ വാതിലും മൊത്തം ഒടിഞ്ഞ് തൂങ്ങി കിടക്കുവാണ്. മുകളിലേക്ക് പോയി നോക്കാം. മുകളിലോട്ട് പോയി നോക്കുമ്പോഴാണ് അതിന്റെ ഒരു ഭീകരത കുറച്ചും കൂടെ മനസ്സിലാവുന്നത്. ഓരോ വീടിനും ഏതൊക്കെ തരത്തിലാണ് ഇത് നാശം ഉണ്ടാക്കിയെന്നേ. വെള്ളം പോലും കുടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഉള്ള അവസ്ഥയെ, കിടക്കാനുള്ള വീട് ഏകദേശം ഇല്ലേ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് അകത്തും പുറത്തും ഒരേപോലെ വിള്ളൽ വന്നിരിക്കുകയാണ് വീടിനൊക്കെ. അതെ, ഇവിടുന്ന് മുതൽക്ക് എടുത്തോ, അതെ ഇതൊക്കെ എടുത്തോളാൻ പറയും. കണ്ടോ, ഇത് ഈ സ്ഫോടനം നടന്നിടത്തുനിന്ന് ഏറ്റവും അടുത്തുള്ള വീടാണ്. ആ വീടിന്റെ അവസ്ഥയാണ് കേട്ടോ. മറ്റൊരു വീടിന്റെ ഇത് കാണിച്ചത് കണ്ടോ. ഇത് മൊത്തം വിണ്ട് കയറി ഇരിക്കുകയാണ്. ഇതൊക്കെ എപ്പോഴാണ് ഒരു മഴ പെയ്യുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂടെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതും മൊത്തം ഇടിഞ്ഞു കിടങ്ങും. ഞങ്ങളുടെ പാരപ്പറ്റുകൾ മൊത്തം ഇടിഞ്ഞു പോയി. വാട്ടർ ടാങ്ക് പൊട്ടി, കുടിവെള്ളം മുട്ടിയ അവസ്ഥയാണിത്. അത് മൊത്തം പൊട്ടിയിരിക്കുകയാണ്. മൊത്തം പൊട്ടിയിരിക്കുന്നു. വാട്ടർ ടാങ്ക് പൊട്ടി, പൈപ്പ് കണക്ഷൻ എല്ലാം പോയി. ഞങ്ങളുടെ റൂഫ് ഒരു തരിയില്ലാതെ മൊത്തം ഇടിഞ്ഞു പോയി. ബാത്റൂമിൻ്റെ ഇതെല്ലാം നശിച്ചു പോയി. ബാത്റൂമിൻ്റെ ഷീറ്റ് പോയി. പുറത്ത് മുറ്റത്തിട്ടിരുന്ന ഇരിക്കാനൊരു ചെറിയ ഇതിന് വേണ്ടിയിട്ടിരുന്ന ആ ഷീറ്റ് മുഴുവൻ നശിച്ചു പോയി. ജനലിൻ്റെ ഗ്ലാസ്സുകൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഇവിടേക്കും പേടിയാവുന്നു. അപ്പം ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്ക്. ജനൽ ഗ്ലാസ്സുകളെല്ലാം പൊട്ടി, വാതിലുകളെല്ലാം തെറിച്ച് ദൂരെ പോയി. 1 ലക്ഷം രൂപ എടുത്ത് അവർ പണിത ക്ലബ്ബാണത്. അവർ താന്ന് കിടക്കുന്നു. അവർ 6.25 ലക്ഷം രൂപ എടുത്ത ഒരു ക്ലബ്ബാണ് ഇപ്പൊ ഈ കൊലയേക്കണം. ഈ അവസ്ഥയാണെങ്കിൽ ഇവിടുത്തെ താമസിക്കാൻ പറ്റും. അതാണ് ഇത് മൊത്തം പൊളിഞ്ഞിരിക്കുക. പുറത്തെ ഈ ഭിത്തി മുഴുവനും അകത്തുള്ളത് പോലെ തന്നെ പൊത്തും. ആൾക്കാരുടെ മാനസികാവസ്ഥ എന്താ? മാനസികാവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജീവനുണ്ടോ ഇല്ല അതേ ലെവലാണ് ഞങ്ങളെല്ലാവരുടെയും ജീവിതം. ആരുമില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അവരും ഇവരും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ എവിടെ പോയി താമസിക്കും? ആ വയസ്സായ അമ്മയും 6 സെന്റിലാണല്ലേ ഈ 3 വീട് ഇരിക്കുന്നത്. 6 സെന്റ് ഭൂമിയിലാണ് ഞങ്ങൾ ഈ 3 വീട് ഇരിക്കുന്നത്. ഞങ്ങൾക്കൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങാനോ ഒന്നിനും ഞങ്ങൾക്ക് ഒരു സൗകര്യമില്ല, ഒരു ഇതുമില്ല. ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ പുറത്ത് ഇവിടെ നിൽക്കുമ്പോൾ ആലക്കോലിൻ്റെ അവിടെ നിൽക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. ഈ പൊട്ടലും ഈ സംഭവം മൊത്തം ഉണ്ടായേക്കണത്. ഞങ്ങൾ അതോടുകൂടി തന്നെ ഞങ്ങളുടെ ജീവൻ പോയി. ഒരു വലിയ മാവിൻ്റെ കൊമ്പാണ് ഞങ്ങളുടെ തലയ്ക്ക് തൊട്ടെന്ന് പറഞ്ഞ പോലെ വീണുപോയത്. പുള്ളി ആ ഈപ്പിൽ അവിടെ ഇരുന്ന് പോയി പൊങ്ങാൻ പോലും പറ്റാത്ത പോലെ അത്രയ്ക്ക് ഭീകരമായ ഇതായിരുന്നു ഞങ്ങളുടെയൊക്കെ അവസ്ഥ. ഓടി അകത്ത് വരുമ്പോൾ അകത്തെ ഡോറുകളെല്ലാം തകർന്ന് കിടക്കുന്നു. മൊത്തം ഗ്ലാസും പൊട്ടി. കാലെടുത്ത് വെക്കാൻ പോയില്ല. ചെരുപ്പ് എവിടെയാണെന്ന് അറിയില്ല. ആ ചെരുപ്പ് അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് ഓടുക. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മൊത്തം ഷീറ്റുകളും അവരുടെയും ഞങ്ങളുടെയും മൊത്തം ഷീറ്റ് ഫ്രണ്ടും ആ നടക്കണ വഴി മൊത്തം വീണ് കിടക്കുക. ഈ അകത്ത് കൂടി ചില്ലിൻ്റെ ഉള്ളിൽ കൂടി തന്നെ ചവിട്ടി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അവരുടെ വീടിൻ്റെ ഉള്ളിൽ കൂടി, എൻ്റെ ആങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ കൂടി കയറിയാണ് ഞങ്ങൾ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഇവിടെ വെച്ച് പൊട്ടുണ്ടായ സമയത്ത് തന്നെ നോക്കുമ്പോഴേക്കും ഭയങ്കര തീയും പിന്നെ മൊത്തം പുകയായിരുന്നു. ഒന്നും നോക്കാൻ പറ്റിയില്ല. അതിന് മുമ്പ് എല്ലാ സാധനങ്ങളും ഞങ്ങളുടെ മേത്തേക്കും തലയിലേക്കും വീണുകൊണ്ടിരിക്കണം. കൊമ്പുകളും സാധനങ്ങളും എല്ലാം മേത്തേക്കും. അവിടെ നിന്നാണ് ഞങ്ങൾ ജീവനോട് ഞങ്ങളുടെ ജീവൻ
ഞങ്ങളുടെ ജീവൻ കിട്ടിയത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. അത്ര അവസ്ഥയായിരുന്നു ഞങ്ങളുടെ ഈ പുറത്ത് നിന്നിരുന്ന ഞങ്ങളുടെ അവസ്ഥ. എല്ലാവർക്കും അത് കേട്ടിട്ട് ഭയങ്കര അതിശയം. ഞങ്ങൾ പുറത്ത് നിന്നിട്ടും ഞങ്ങൾക്ക് ഒന്നും പറ്റാതെ ഞങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടെന്നാണ് ചോദിക്കുന്നത്. ഞാൻ അലക്കാൻ വേണ്ടി അലക്കുകലിൻ്റെ അവിടെ കുറേ തുണിയും മാറിക്കൊണ്ട് നിന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് അവിടെ പുറത്ത് അവിടെയും വന്നിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അവിടെയും വന്നിരുന്നു. സാധാ മാവിന്റെ മാവ് ഇതേ വണ്ണുള്ള മാവ് അതും ഒക്കെ ഇവിടെ വീണേ. ഇതിന്റെ മുകളിൽ ഈ ഷീറ്റിന്റെ മുകളിൽ എടുത്ത് കളയാൻ പറ്റൂല. ഈ ഷീറ്റിന്റെ മുകളിൽ മാവിന്റെ കൊമ്പ് വീണു. അപ്പൊ അതാ പറഞ്ഞ അപ്പൊ ആംഗ്ലിയർ എല്ലാം പൊട്ടി വളഞ്ഞ് ഇതിന്റെ ഉള്ളിലൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും? എടുത്തു വെക്കാൻ പറ്റൂല. ഇത് ചെയ്യാൻ വന്നില്ലേ ആൾക്കാർക്ക്? സർക്കാർ മുനിസിപ്പാലിറ്റിയുടെ വന്നു, റവന്യൂ വന്നു, പോലീസ് ഡിപ്പാർട്ട്മെന്റ് വന്നു, എല്ലാവരും വന്ന് എഴുത്തിക്കുത്തൊക്കെ നടത്തി എല്ലാം പോയിട്ടുണ്ട്. അത് ഇതായിട്ടില്ല. ഞങ്ങൾക്ക് എങ്ങനെയാണ് കളക്ടർ എല്ലാവരും അവിടെ നിന്നുകൊണ്ട് എല്ലാം കണ്ട് എല്ലാം എടുത്തേച്ച് പോയിട്ടുണ്ട്. കരയോത്തിന്റെ വന്ന് എടുത്തു പോയിട്ടുണ്ട്. ഓരോ ഇതും ആരുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്ന, എങ്ങനെ ജീവിക്കുന്ന ഒരു തരമുള്ള ഇത് ഉണ്ടായിട്ടില്ല ഞങ്ങൾക്കൊന്നും. അതാ ചോദിച്ചാൽ ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഈ അത് ആയി കെട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് സുരക്ഷിതമാക്കാതെ ഞങ്ങൾ എങ്ങനെ ഇവിടെ ഇതായി കിടക്കും? ഇനി അകത്ത് വന്നു കഴിഞ്ഞാല് ബാക്കി ഭിത്തികളും മൊത്തം പൊളിഞ്ഞേക്കണം, കാണാൻ പറ്റില്ല. ഇതിപ്പോ ഇതും ഞങ്ങളുടെ വീട്ടിലേക്ക് വീഴും, അപ്പുറത്തെ ഭിത്തിയും ഞങ്ങളുടെ വീട്ടിലേക്ക് വീഴും. തൊടലേ ആ ലെവലിലാണ് ഞങ്ങളുടെയൊക്കെ ജീവിതം. എൻ്റെ ഹസ്ബൻഡ് 11 വർഷമായിട്ട് വീട്ടിലിരിക്കുവാണ്. പണിയൊന്നും ചെയ്യാൻ പാടില്ല, തോളലിന് തേയ്മാനാണ്, കൈ പൊക്കാൻ പറ്റില്ല, പുള്ളിക്ക് കൈ പൊക്കാൻ പറ്റില്ല. ജീവിത പ്രാരാബ്ധങ്ങൾ കഴിയുന്നതിനിടയിലാണ് ഇങ്ങനെ വലിയൊരു ദുരന്തവും കൂടി ഇവരെ ബാധിച്ചിരിക്കുന്നത്. കേട്ടില്ലേ, ഇത്തരത്തിലാണ് പല ആളുകളെയും ഈ സ്ഫോടനം ബാധിച്ചിരിക്കുന്നത്. ജീവിതം തന്നെ വഴിമുട്ട അവസ്ഥയാണ്. ഈ കയറിക്കിടക്കാൻ ഒരു കൂര എന്ന് പറയുന്ന ഏതൊരാളുടെ സ്വപ്നമാണ്. പക്ഷേ ആ കൂരക്കിടയിൽ കിടക്കാൻ ഇപ്പോൾ പലർക്കും ധൈര്യമില്ല. കാരണം ഇത്തരത്തിലാണ് ഈ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അത് മറ്റു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മറ്റൊരു ദുരന്തത്തിലേക്ക് പോകും. എന്തായാലും എല്ലാവരും വന്ന് കാണുന്നുണ്ട്, എല്ലാവരും കണക്കുകൾ എടുക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു ഉത്തരം ഇല്ലേ, ഒരു പ്രതികരണം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഇന്ന് വരെ നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നോ, എന്ത് ചെയ്യുന്നോ, എവിടെ കിടക്കുമെന്നോ. ക്യാമ്പ് ഉണ്ടായിട്ട് അന്ന് മാത്രം ഞങ്ങൾ ആ ക്യാമ്പിൽ പോയി അവിടെ ഭക്ഷണം ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഈ സ്ഫോടനം നടന്ന സ്ഥലത്തിന്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ ഞങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു തന്നു. രാവിലെ ഒന്നുമില്ല, ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് എത്തിച്ചു തന്നു. രാവിലെ ഉണ്ടായിരുന്നു അവർ പറഞ്ഞു. ഞങ്ങൾ ഈ റോട്ടിൽ തന്നെ നിൽക്കുമായിരുന്നു, ഞങ്ങൾക്കൊന്നും ഇതായില്ല. വൈകുന്നേരം ഞങ്ങൾ ചെന്നപ്പോൾ അന്ന് മുടക്കം, എല്ലാ കടകളും മുടക്കമുള്ള ദിവസമായിരുന്നു. 11 മണി വരെയും, റോഡിൻ്റെ 11 മണി വരെയും ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ ആങ്ങളെയാണത്, എൻ്റെ ആങ്ങളയുടെ മോനും 11 മണി വരെ ഈ റോഡിൽ കൂടി ഒരു ഗ്ലാസ് പച്ചവെള്ളം കിട്ടാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നു. കിണറിലുള്ള വീട്ടിലെ വെള്ളം ഈ വെള്ളം കുടിക്കാൻ ഞങ്ങൾക്ക് നിവർത്തിയില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങോട്ട് വരാനോ കോരാനോ ഈ പരിസരത്തേക്കൊന്നും ഞങ്ങൾക്ക് അടുക്കാൻ പാടില്ല. അനുഭവിച്ചാൽ മാത്രമേ ഇതിന്റെയൊക്കെ ഒരു ഭീകരത മനസ്സിലാവുകയുള്ളൂ. ഈ 3 വീടുകാർക്കും ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ അനുവാദമില്ലായിരുന്നു. ചൊവ്വാഴ്ച 6:30 മണി കഴിഞ്ഞ പിന്നെ ഈ 2 വീടിന്റെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് പതുക്കെ ഒന്ന് ഇതാക്കാൻ ചില്ല് പൊട്ടിയതിന് നമുക്ക് എന്തോരം മാറാൻ പറ്റും? ഇതായിട്ട് നടക്കണം. അതുകൊണ്ട് മോക്കടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതുങ്ങൾ കൊച്ചുകുട്ടിയെ 2 വയസ്സ് പോലും ആവാത്ത കുട്ടീനെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഒരു ഗ്ലാസ് വെള്ളം പോലും അതുങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂലാത്ത അവസ്ഥ. ദാഹിച്ചാൽ പോലും വെള്ളം കിട്ടാത്ത അവസ്ഥയാണ്. അത്തരത്തിലാണ് ഇവരെ ഈ ദുരന്തം ബാധിച്ചിരിക്കുന്നത്. ഇതൊക്കെ ബന്ധപ്പെട്ടവർ എല്ലാം കണക്കുകളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് എത്രയും വേഗം അവർക്ക് അതിൻ്റെ സഹായങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത്. അത് താമസിക്കും തോറും അവരുടെ ദുരിതങ്ങളും കൂടിക്കൊണ്ടേയിരിക്കും. എന്തായാലും അവർ കോടതിയിലൊക്കെ പോവുകയാണ്. അവരൊരു കൂട്ടായ്മയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അതിനൊക്കെ എത്രയും വേഗം ഫലം കിട്ടട്ടെ. ഇല്ലെങ്കിൽ ഇവരുടെ ദുരിതം ഓരോ ദിവസവും കൂടിക്കൊണ്ടേയിരിക്കുക അല്ലാതെ മറ്റൊന്നും സംഭവിക്കില്ല.